പശുപ്പാറ കവല 7-ാം നമ്പർ വാഗമൺ ലിങ്ക് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമില്ല. ബജറ്റ് പ്രഖ്യാപനത്തിൽ ഫണ്ട് അനുവദിക്കുന്നതല്ലാതെ യാതൊരു നടപടിയും കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായില്ലെന്നാണ് ആരോപണം. 2019 മുതൽ റോഡിന് ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപനം ഉണ്ടാകുമെങ്കിലും തുടർ നടപടിയില്ല. 2019 ES ബിജിമോൾ MLA റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ പശുപ്പാറ റോഡിന് അനുവദിച്ചിരുന്നു. 6 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാനായിരുന്നു എസ്റ്റിമേറ്റ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണ് പരിശോധന നടത്തി. എന്നാൽ റീബിൽഡ് കേരളയിലുള്ള റോഡുകൾക്ക് 8 മീറ്റർ വീതി നിർബന്ധമാക്കി സർക്കാർ ഉത്തരവുണ്ടായി. തുടർന്ന് ഇതനുസരിച്ചുള്ള എസ്റ്റിമേറ്റും മണ്ണ് പരിശോധനയും വേണ്ടിവന്നു. ഇത്തരം പ്രശ്നങ്ങളിൽ കുരുങ്ങി സാങ്കേതിക അനുമതി ലഭിക്കാൻ 3 വർഷം വേണ്ടിവന്നു. എന്നാൽ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം 8 മീറ്റർ വീതിയിൽ BMBC നിലവാരത്തിൽ റോഡ് നിർമ്മിക്കാൻ അനുവദിച്ച ഫണ്ട് മതിയാകാതെ വന്നു. റോഡ് നിർമ്മാണം നടക്കാതെ വന്നതോടെ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച പ്രക്ഷോഭം തുടങ്ങി. റോഡിന്റെ ശോച്യാവസ്ഥ സംബന്ധിച്ച് ഇടുക്കി വിഷൻ പലതവണ വാർത്ത നൽകുകയും ചെയ്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് വീണ്ടും ഭരണാനുമതി വാങ്ങി. അപ്പോഴേക്കും മതിയായ ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ കരാറുകാരൻ പിൻവാങ്ങി. കാറ്റാടിക്കോല, പശുപ്പാറ, ആലമ്പള്ളി, ലക്ഷംവീട്, മലയപ്പുതുവൽ, 7-ാം നമ്പർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണിത്. 3 പതിറ്റാണ്ടായി റോഡ് തകർന്നു കിടക്കുകയാണ്. ഓരോ ബജറ്റിലും ഫണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി തകർന്നു കിടക്കുകയാണ് കാറ്റാടിക്കോല പശുപ്പാറ റോഡ്. യാത്രാക്ലേശം വളരെ ദുരിതമായിരിക്കുന്ന ഈ മേഖലയ്ക്ക് യാത്രാക്ലേശത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി യാതൊന്നും ചെയ്തതിനു വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് സാധിച്ചില്ല. റോഡിന് ഇല്ലാത്ത ഫണ്ടുകൾ ഉണ്ടെന്ന് പറയുകയും റോഡിന് ഫണ്ടുകൾ അനുവദിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിർമ്മാണോദ്ഘാടനം മാത്രം നടത്തി ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഗവൺമെന്റ്. എന്നാൽ ഇപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ റോഡിന്റെ നിർമ്മാണം ഉടൻ തന്നെ നടത്തുമെന്നാണ് ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് പശുപ്പാറയിലെ ജനങ്ങളുടെ പ്രതീക്ഷ. കാൽനടയാത്ര പോലും കഴിയാത്ത രീതിയിലാണ് റോഡ് തകർന്നു കിടക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി പ്രതീക്ഷ നശിച്ച പശുപ്പാറ നിവാസികൾക്ക് ഇപ്പോൾ പ്രതീക്ഷ കൈവന്നിരിക്കുകയാണ്. UDF MLAയും UDF സർക്കാരും വന്നതിനാൽ ഉടൻ റോഡ് നിർമ്മിക്കുമെന്നാണ് പശുപ്പാറക്കാരുടെ വിശ്വാസം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.